ഗൈസ്, ഇങ്ങനൊരു ഈവനിങ് റുട്ടീൻ കണ്ടാലോ? അപ്പോൾ ഇപ്പോൾ സമയം 5:09, 5 മണി വരെയാട്ടെ എനിക്ക് ഡ്യൂട്ടി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എന്താ ഫസ്റ്റ് എന്താ ചെയ്യണ കാര്യമാണ് അമ്മേനെ വിളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എന്ന് പറയുന്നില്ല. ഇന്നിപ്പോൾ എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പം എനിക്കിന്ന് തല കുളിക്കണം, അപ്പം അതിന് എണ്ണ വയ്ക്കണം. അപ്പം അതാണ് അടുത്ത പരിപാടി. അപ്പോൾ കൊണ്ടിരിക്കാറുണ്ട്. വീഡിയോ എടുത്തില്ല. ഇന്നിപ്പോൾ എൻ്റെ ഈവനിങ് റൂട്ടീൻ എടുക്കുക. ഓക്കെ, ബൈ. ഓക്കെ ഉമ്മ, ശരിട്ടാ, വയ്ക്കാം. തലവേദന ഗൈസ്, തലവേദന എടുക്കുന്നു. പോയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാൻ പാടില്ലെന്ന് പറയും, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മടക്കി. നാളെ എന്തായാലും വീട്ടിൽ തിന്നതാണ് കളർ, അപ്പം പിന്നെ കുഴപ്പമില്ല. ഫ്രിസ്സിയാണ് ഗൈസ്, ഫ്രിസ്സി. നമുക്ക് എണ്ണ വയ്ക്കാം. ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടോ, ഇത് നമ്മുടെ ഹോം മെയ്ഡ് എണ്ണ. നല്ല വെളിച്ചെണ്ണല്ലേ, സൺകിസ്ഡ്. ഇതുകൊണ്ട് എണ്ണ വയ്ക്കുമ്പോ ഇഷ്ടം. വളർന്നു, പക്ഷെ ഈ ഒരു മുടി സെറ്റാവാൻ ഇങ്ങനെ ഫ്രിസ്സിയാണ്. പക്ഷെ കുറഞ്ഞു കിട്ടാ, ഇതിനേക്കാൾ ഫ്രിസ്സിയായിരുന്നു, കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴാണെന്നറിയോ? അതൊക്കെ ട്രൈ ചെയ്തിട്ട് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, വർക്കിംഗ് ആണെങ്കിൽ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഞാൻ വെറുതെ നമ്മൾ റിവ്യൂ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാത്തത്. ഒരു കുറച്ച് ദിവസം കൂടി ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊരു 1 month കഴിഞ്ഞു കേട്ടാ. ഓ, നല്ല ഇതില് എന്ത് പ്രകാശം, കറക്റ്റ് ആ സൂര്യൻ്റെ മുമ്പോട്ടായിരുന്നു. തല ഞാൻ ആഴ്ചയിൽ 2 ദിവസമായിട്ടാണ് കുളിക്കുള്ളൂ. അതാണ് നല്ലത്. മുഖത്തും എണ്ണ തേക്കുക. നല്ലോണം മസാജൊക്കെ ചെയ്യട്ടെ തോന്നുമ്പോൾ മാത്രം. വാച്ചുരിച്ചില്ല.
മടിയാണ് മസാജൊക്കെ ചെയ്യാൻ. വീട്ടിലാകുമ്പോൾ അമ്മ എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ മസാജ് ചെയ്ത് അത് പിന്നെ നമുക്ക് അങ്ങനെ അധികം പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇന്നോട് പറഞ്ഞ അതൊരു രസമല്ലേ. എൻ്റെ ഈ മുടി ചില മുടി നല്ല ഫ്രിസ്സിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു മുടിയാണ് കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പം ആ ഒരു മുടിയാണ് ആ ഒരു ഫ്രിസ്സി ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുന്നത്. മുടിയൊക്കെ ആകെ പോയിട്ട് ഞാനൊന്ന് ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരികയാണ്. ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് ഹെയർ കെയറിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ എടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം. എഫക്റ്റീവായിട്ടുള്ളത് അതിലത്തെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുടിയൊന്നും ഉള്ളൊക്കെ വെച്ച് വരുന്നേ വെള്ളം. എൻ്റെ അടുത്ത മുടി വെച്ച് നോക്കുമ്പോൾ ഈ മുടിയൊന്നും ഒന്നുമല്ല. ഇപ്പൊക്ക് മുടിയില്ല എന്നേ പറയാം. ഇത്രയും കുറവാണ്. എങ്ങനെയാലും ഒന്ന് ബട്ടക്സ് ആക്കിയെടുക്കണം. ഞാൻ ആക്കിയെടുക്കും. അങ്ങനെ കുട്ടി വയ്ക്കും. നല്ല ഷോർട്ടായിട്ട് വെട്ടിയതാണ്. ഒരു അറിയില്ല. പക്ഷെ വളർച്ചയൊക്കെ കുറവാണ് എൻ്റെ മുടിക്ക്. മറ്റേത് ആദ്യമൊക്കെ നല്ല വളർച്ചയായിരുന്നു. അതായത് നല്ല വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടണേക്കാൾ സ്പീഡിൽ വളരാന്നൊക്കെ പറയില്ല. അതേപോലെ വളർന്നുകൊണ്ടിരുന്ന മുടിയാണ്. പക്ഷെ ഇപ്പോൾ ടോട്ടലി ഗോൺ. ഇപ്പോൾ വളർച്ചയില്ല, ഡാൻഡ്രഫ് ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ഒക്കെ ഉണ്ട്. ഓൾ ഇൻ വൺ പാക്ക. ഇനി ഞാൻ പോയിട്ട് മുഖം കഴുകും. മുഖത്ത് എണ്ണ തേക്കും. ഡെയിലി തേക്കൊന്നുമില്ല, ഇടയ്ക്ക് തേക്കുള്ളൂ. അതും എന്താ എഫക്റ്റീവ് ആണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കേ. ഞാൻ അമ്മ കാണിച്ചു തന്ന ഫേസ് വാഷ് കണ്ടിട്ട് യൂസ് ചെയ്യാം. കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നത് മൈലിനർ വാച്ചുകളായിരിക്കും. വാട്ടർ പ്രൂഫാണ്. മറ്റേ ഇൻസൈറ്റിൻ്റെ. അപ്പോൾ അത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കളയാൻ. ഞാൻ വലിയ ഡ്രസ്സ് വെച്ചിട്ടാണ് തുറക്കുള്ളൂ. എനിക്ക് ടൗണിലൊന്നും പോയി എടുക്കാൻ വയ്യ ഗൈസ്. പിന്നെ യൂസ് ചെയ്യുന്ന ഓയിൽ ഇതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പം ഞാനൊരു 1 month യൂസ് ചെയ്യണം. ഒരു 2 months കഴിയുമ്പോൾ ഞാൻ ഇത് റിവ്യൂ ചെയ്യാം. മസാജ് ചെയ്യൂട്ടാ കാണിച്ചതാ. അങ്ങനെ
എണ്ണ തേച്ചു കുറച്ചായിട്ട് തേക്കുള്ളൂ. എൻ്റെ ഓയിലി സ്കിന്നായ കാരണം എന്താ പറയുക കുരു വരും. ഇപ്പൊ തേച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണില്ലല്ലോ, അങ്ങനെ ഞാൻ തേക്കുള്ളൂ. തേച്ച് പാറ്റേൺ ഒന്നുമില്ല, തോന്നിയോണം മസാജ്. ശരിയിലും താടികളൊക്കെ വീഡിയോയിൽ കാണാൻ ചേട്ടാ. ഞാൻ കൈ കഴുകിയിട്ട് തരാട്ടാ. അപ്പോൾ കൈ കഴുകി ഞാൻ വന്നിട്ടാ. ഇനി എൻ്റെ മെയിൻ പരിപാടി ഫോൺ നോക്കാം. ഫോൺ നോക്കി ഞാനൊരു എത്ര നേരം ഇരിക്കും, കുറച്ചധികം നേരം ഫോൺ നോക്കിയിട്ട് നോക്കിട്ടാ. എന്താ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിലൊക്കെ വീഡിയോസ് കണ്ട് യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അതൊക്കെ തുറന്നിരിക്കും. എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഇതിന് വേറെ വ്യത്യാസം പിന്നെ എന്താ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. എനിക്കിന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്കിഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, നാളെ ശനിയാഴ്ച. അപ്പം നാളേക്ക് വീട്ടിൽ പോരാ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഞാൻ. എനിക്കപ്പോൾ നാളെ ഇനി ഈ സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു സന്തോഷമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. വെള്ളി, ശനി, ഞായർ ഈ ഒരു ദിവസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ. പിന്നെ നാളെ എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പോകാൻ പറ്റുമെന്നറിയില്ല, ചിലപ്പോൾ പോവും. എന്നും ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ മഴക്കാറൊന്നുമില്ല. നമ്മൾ കണ്ടില്ലേ സൺകിസ്ഡായിട്ടുള്ള എൻ്റെ മോന്ത. പിന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടൈൽസ്, പലതരത്തിലുള്ള ടൈൽസ് കാണുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ പിള്ളേർ ഇരുന്ന റൂമുകളായിരുന്നു. അപ്പോൾ ഇവിടെ ടൈലിന് അപ്പോൾ ഇവിടെ ടൈൽ കുടിച്ചിട്ടുണ്ടാവും. കാരണം പിള്ളേർ ചുമരുമ്പ് കോപ്പി വരച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് പിള്ളേരുടെ റൂമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 6:03. അപ്പോൾ നമുക്ക് കുളിക്കാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ ഞാൻ ചാർജിൻ്റെ ഇടട്ടെ. കുളിച്ച് വന്നിട്ട് കാണാം. കുളിച്ച് വന്നിട്ട് നമ്മൾ കാണില്ല. കുളിച്ച് വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാറ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് നോക്കിയിട്ട് കാണാം. ഓക്കെ ബൈ.